ഗുഡ് മോർണിംഗ്. ജാവയുടെ നെക്സ്റ്റ് സെഷനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് സെഷൻ വി ആർ ഡിസ്കസ്ഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്. Already we covered what is a class, what is an object, what is data abstraction, then encapsulation, then inheritance also. Okay. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന സെഷനിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് 2 വീഡിയോസ് ഫോർവേഡ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നമ്മുടെ ഒരു സിലബസ് പ്രകാരം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഊപ്സ് കോൺസെപ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. കാരണം ഒരു 10 മാർക്കിന് 8 മാർക്കിനൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലെങ്തി എഴുതുമ്പോൾ നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ടൈം നമുക്കവിടെ റെഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ. എനിവേ നമ്മൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ വൈവ വോയിസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ. which is the inheritance that is not supported by Java. Java സപ്പോർട്ട് ചെയ്യാത്ത ഇൻഹെറിറ്റൻസ് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുള്ളതാണ്. ഓക്കെ. സോ ഇപ്പോൾ തിയറി എക്സാമിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻഹെറിറ്റൻസ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പലർക്കും കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടും ഡൗട്ട്സ് ഉള്ളതുകൊണ്ടും എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്സപ്പ് ചെയ്തവർക്കൊക്കെ ഞാൻ താങ്ക്സ് പറയാൻ, കാരണം അവരത് കേട്ടു, അതിനെക്കുറിച്ച് കൂടുതൽ സമയം അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നുള്ളതാണ് എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഡൗട്ട്സ് വരാനുള്ളൊരു റീസൺ. ഓക്കെ. അപ്പോൾ ആർക്കാണോ പർട്ടിക്കുലർ ടോപ്പിക്ക് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ ഡൗട്ട് വരുന്നത്, യെസ്, അപ്പോഴാണ് നമുക്കത് ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡൗട്ട്സ് എന്തായിക്കോട്ടെ, അത് വളരെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇനി അതൊരു നിങ്ങൾക്ക് തോന്നുകയാണ് അതൊരു മണ്ടത്തരായിരിക്കും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ എന്ത് ഡൗട്ട്സ് ആണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ എന്നെ അറിയിക്കുക. ഏത് മീഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയിക്കാം, എപ്പോൾ വേണമെങ്കിലും അറിയിക്കാം. ഓക്കെ. ഞാൻ എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കൂടുതൽ എക്സ്പ്ലനേഷനോട് കൂടിയ വീഡിയോ സെഷൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നല്ലേ. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. Next, we can start with next object-oriented programming concept, that is polymorphism in Java. ജാവൻ്റെ അകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഒബ്ജക്റ്റ്-ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റാണ് പോളിമോർഫിസം. പോളി മീൻസ് മോർ ദാൻ വൺ, മോർഫ് മീൻസ് ഷേപ്പ് ഓർ ഫോം. സോ പോളിമോർഫിസം മീൻസ് മോർ ദാൻ വൺ ഫോം. ഓക്കെ. അപ്പോൾ പോളിമോർഫിസം എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ കോൺസെപ്റ്റ്. പോളിമോർഫിസം ഇൻ ജാവ ഇസ് എ കോൺസെപ്റ്റ് by which we can perform a single action different ways. It's a concept in Java, or it's a OOPS concept by which we can perform a single action different ways. ഒരു സിംഗിൾ ടാസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് വേയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് പോളിമോർഫിസം. ഓക്കെ. Or we can define in another way, polymorphism is the ability of the object to take on many forms. It's the ability of an object to take many forms. Or polymorphism is an object-oriented programming feature that allow us to perform a single action different ways. So these 3 are the definition of polymorphism. Okay, ഈ 3 definition നിങ്ങൾക്ക് ഉപയോഗിക്കാം. തിയറി എക്സാമിനും അതുപോലെ തന്നെ വൈവ വോയിസിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വാട്ട് ഈസ് പോളിമോർഫിസം എന്നുള്ളത്. വാട്ട് ഈസ് പോളിമോർഫിസം, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമോർഫിസം എന്നുള്ളത് ചോദിക്കാറുള്ള ഒരു നോർമൽ ക്വസ്റ്റ്യനാണ്, കോമൺ ക്വസ്റ്റ്യനാണ്. ഓക്കെ. അപ്പോൾ പോളിമോർഫിസം എന്ന് പറയുന്നത് ഈസ് എൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്, ഒബ്ജക്റ്റ് പ്രോഗ്രാമിംഗ് ഫീച്ചർ ദാറ്റ് അലോ us to perform a single action different ways. It allow us to perform a single action in different ways. ഓക്കെ. അപ്പോൾ പോളിമോർഫിസം എന്ന് പറയുന്നത് സെയിം ടാസ്കിന് നമ്മൾ ഡിഫറെൻറ്റ് വേയിൽ പെർഫോം ചെയ്യുന്നു. സെയിം ടാസ്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് വേയിൽ പെർഫോം ചെയ്യുന്നു. അതിനാണ് ശരിക്കും നമ്മൾ എന്ത് പറയുക, പോളിമോർഫിസം എന്ന് പറയാം.
ഓക്കെ, പോളിമോർഫിസം എന്ന് പറയുന്നത് ടാസ്ക് ഒന്നാണ്, ബട്ട് വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേസ്. ഓക്കെ, ഇനി അതൊരു എക്സാമ്പിൾ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്. പ്ലസ് നമുക്കറിയാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അഡിഷൻ ഓപ്പറേറ്ററാണ് പ്ലസ്, അല്ലേ? ഇനി പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഓപ്പറൻസ് ഉണ്ടായിരിക്കും, അല്ലേ? ഈ ഓപ്പറൻറ്റ് ഇൻറ്റിജർ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോട്ട് ആണെങ്കിൽ അവിടെ എന്ത് നടക്കും? ശരിക്കും അഡിഷൻ നടക്കും, എന്നിട്ട് അതിൻ്റെ സമ്മാണ് നമുക്ക് കിട്ടുക. ഓക്കെ, എന്നാൽ ആ ഓപ്പറൻറ്റ് സ്ട്രിങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കോൺകാറ്റിനേഷൻ ആണ് C++ നടത്തുക, അല്ലെങ്കിൽ സി നടത്തുക. ഓക്കെ, അതുപോലെ ജാവ നടത്തുക. അപ്പോൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ എന്താ പറയുക, ടാസ്ക് എന്ന് പറയുന്നത് അഡിഷനാണ്. പക്ഷേ അത് സെയിം ടാസ്ക്കാണ് ചെയ്യുന്നത്, ബട്ട് ഡിഫറെൻറ്റ് വേസിലാണ് ചെയ്യുന്നത്. ഇൻറ്റിജർ ആവുന്ന സമയത്ത് അതിൻ്റെ സം എന്ന് പറയുന്നത് മറ്റൊന്നും, എന്നാൽ അതൊരു അതൊരു സ്ട്രിങ് ആണ് അതിൻ്റെ ഓപ്പറൻറ്റ് വരുന്നതെങ്കിൽ യെസ്, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മറ്റൊന്നും. ഓക്കെ, ഇനി തൊട്ടു താഴെ മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു എക്സാമ്പിളാണ് ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. രണ്ട് ആഡ് ഫംഗ്ഷൻ ഉണ്ട്, അല്ലേ? അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ഉപയോഗിക്കുന്നത് ഫോർ അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പർ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്ത അല്ലെങ്കിൽ യൂസ് ചെയ്ത ഫംഗ്ഷനാണ് ആഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് ആഡ്. ദർ ഇസ് നോ ആർഗ്യുമെൻറ്റ്സ് വിത്തിൻ ദ പാരാന്തസിസ്. ആ പാരാന്തസിസ് എംപ്റ്റി ആണ്, അതിൻ്റെ അകത്ത് എന്തില്ല? ആർഗ്യുമെൻറ്റ്സ് ഇല്ല. സെക്കൻഡ് ആഡ് ഫംഗ്ഷൻ കണ്ടെയ്ൻ ടു ആർഗ്യുമെൻറ്റ് വിത്തിൻ ദ പാരാന്തസിസ്. ആ പാരാന്തസിസിൻ്റെ അകത്ത് രണ്ട് ആർഗ്യുമെൻറ്റ്സ് കാണാം, ഇൻറ്റ് കോമ ഇൻറ്റ്. ഓക്കെ, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഫസ്റ്റ് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് പാരാന്തസിൻ്റെ അകത്ത് എംപ്റ്റി ആണ്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ആർഗ്യുമെൻറ്റിന് യൂസറിൽ നിന്ന് വാങ്ങിയതിനു ശേഷം അവിടെ സമ്മ നടത്തുന്നു. സെക്കൻഡ് ആഡ് ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കോളിംഗ് ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് എന്ന് പറയുന്ന ഡെഫിനിഷൻ്റെ അകത്തേക്ക് ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് രണ്ട് ആർഗ്യുമെൻറ്റ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, സെയിം ടാസ്ക് ആണ് ചെയ്യുന്നത്, ബട്ട് ഡിഫറെൻറ്റ് വേസ്. ഓക്കെ, സെയിം ടാസ്ക് ആണ്. ബോത്ത് ആഡ് ഫംഗ്ഷൻ പെർഫോം അഡിഷൻ ഓഫ് ടു നമ്പർ ബട്ട് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഓക്കെ, ഇതാണ് ശരിക്കും ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഓവർലോഡിങ്, അല്ലേ? ഫംഗ്ഷൻ ഓവർലോഡിങ് എന്നുള്ളത് നമ്മൾ സീൻ്റെ അകത്ത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇൻ സെയിം വേ അതൊരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണെന്ത്? പോളിമോർഫിസം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ പോളിമോർഫിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ഓർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഫീച്ചർ ബൈ വിച്ച് we can that allow us to perform a single action in different ways. എന്നുള്ളതാണ് എന്ത് നമ്മൾ അതിന് ഡെഫിനേഷനായിട്ട് കൊടുത്തുള്ളത്. ഓക്കെ, നമ്മൾ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അഡിഷനാണ് നടത്തുന്നത്. ബട്ട് ദിസ് ടു ഫംഗ്ഷൻ വിൽ എക്സിക്യൂട്ട് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഓക്കെ, ഫൈനൽ റിസൾട്ട് വിൽ ബി സെയിം. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫൈനൽ റിസൾട്ട് സെയിം ആണ്, ബട്ട് പെർഫോം ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേസിലാണ്. ദാറ്റ് ഈസ് polymorphism. Okay, there are two types of polymorphism. One is static polymorphism and dynamic polymorphism. One is static polymorphism, second one is dynamic polymorphism. Static polymorphism also known as compile time polymorphism. Dynamic polymorphism also known as runtime polymorphism. Okay, we can discuss one by one. Okay, then first one is static polymorphism. What is mean by static polymorphism? Static എന്ന് പറയുന്നൊരു വേർഡ് നമ്മൾ കമ്പ്യൂട്ടർ ടെർമിനോളജിയിൽ, IT ടെർമിനോളജിയിൽ എവിടെ കാണുന്നോ? മാപ്പ് ദാറ്റ് സ്റ്റാറ്റിക് വേർഡ് വിത്ത് കമ്പൈലേഷൻ ടൈം. എവിടെയാണോ നിങ്ങൾ ഡൈനാമിക് എന്ന വേർഡ് കാണുന്നത്, മാപ്പ് ദാറ്റ് ഡൈനാമിക് വേർഡ് വിത്ത് റൺ ടൈം ഓർ എക്സിക്യൂഷൻ ടൈം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറയുന്ന വേർഡ് കാണുന്നോ, അതിനെ നമ്മളൊരു കമ്പൈലേഷൻ ടൈമുമായിട്ട് അല്ലെങ്കിൽ കമ്പൈലേഷനുമായിട്ട് മാപ്പ് ചെയ്യുക. ഡൈനാമിക് എന്ന് പറയുന്ന വേർഡ് എവിടെ കാണുന്നോ അതിന് നമ്മൾ റൺ ടൈം അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമുമായിട്ട് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് പോളിമോർഫിസം എന്ന് പറയുന്ന അപ്പോൾ നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്
എന്താ പറയുക, ഫങ്ഷൻ ഓവർലോഡിങ് ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും. വളരെ സിമ്പിളായിട്ട് പറയാം, പോളിമോർഫിസം നമുക്ക് സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫങ്ഷൻ ഓവർലോഡിങ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിം ടാസ്ക്കാണ് ഡിഫറെൻറ്റ് വേയിലാണ് നമ്മളതിനെ പെർഫോം ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ പോളിമോർഫിസം ദാറ്റ് ഈസ് റിസോൾവ്ഡ് ഡ്യൂറിങ് കമ്പൈലേഷൻ ടൈം ഓർ കമ്പൈൽ ടൈം ഈസ് നോൺ ആസ് സ്റ്റാറ്റിക് പോളിമോർഫിസം. ആ പർട്ടിക്കുലർ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ആ പോളിമോർഫിസം റിസോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ such type of polymorphism is known as static polymorphism. Function overloading is an example of static polymorphism or compile time polymorphism. Static polymorphismത്തിന് ഒരു എക്സാമ്പിൾ ആണെന്ത്, ഫങ്ഷൻ ഓവർലോഡിങ് ഓർ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫങ്ഷൻ ഓവർലോഡിങ്, എന്താണ് മെത്തേഡ് ഓവർലോഡിങ് എന്നുള്ളത് നിങ്ങൾ സി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. എപ്പോഴും വൈവൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഫങ്ഷൻ ഓവർലോഡിങ് എന്താണെന്നുള്ളത്. അപ്പോൾ ഫങ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത് വി ഹാവ് സെയിം ഫങ്ഷൻ നെയിം ബട്ട് ഡിഫറെൻറ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ്. സെയിം ഫങ്ഷൻ നെയിം ബട്ട് ഡിഫറെൻറ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് ഓർ ഡിഫറെൻറ്റ് ഇൻ സിഗ്നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫങ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇനി ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിക്കലി നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു ടോപ്പിക് ആയതുകൊണ്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സൈഡ് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് അത് ആഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വീഡിയോൻ്റെ അകത്ത് ഫങ്ഷൻ ഓവർ റൈഡിങ്ങും ഫങ്ഷൻ ഓവർലോഡിങ്ങും ഫങ്ഷൻ ഓവർ റൈഡിങ്ങും നെക്സ്റ്റ് നമുക്ക് ഡൈനാമിക് പോളിമോർഫിസം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫങ്ഷൻ ഓവർ റൈഡിങ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിംഗ് സൈഡ് പറയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കവർ ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ജാവ പ്രോഗ്രാമിംഗ്. അപ്പോൾ ജാവയുടെ ആ ഒരു കോഡിംഗ് സ്റ്റൈലിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിൻ്റെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഞാൻ പ്രോഗ്രാം കൊടുക്കാതിരുന്നത്. അപ്പോൾ ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് ഫങ്ഷൻ്റെ നെയിം സെയിം ആയിരിക്കും, പക്ഷേ ആർഗ്യുമെൻ്റ് ലിസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ എക്സാമ്പിൾ സെക്ഷൻ്റെ അകത്ത് ഏറ്റവും താഴെ 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, വോയിഡ് ആഡ് ബ്രാക്കറ്റിൻ്റെ അകത്ത് പാരാന്തസിനകത്ത് ഇൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഫങ്ഷൻ ഓവർലോഡിങ് എക്സാമ്പിളാണ്. ഇതെന്താണ്, ഫങ്ഷൻ ഓവർലോഡിങ്ങിന് എക്സാമ്പിളാണെന്ത്, ആഡ് എന്ന് പറയുന്ന 2 ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ ഓവർലോഡിങ്ങിൻ്റെ അകത്ത് സെയിം ഫങ്ഷൻ നെയിം ആയിരിക്കും, ഡിഫറെൻ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ 2 സെയിം ഫങ്ഷൻ നെയിമിൽ 2 ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും കമ്പൈലറിന് അവിടെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഏത് ഫങ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ഫങ്ഷൻ ഡെഫിനിഷനുമായിട്ടാണ് മാപ്പ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, എന്നാൽ ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈ പറയുന്ന കൺഫ്യൂഷനെ നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഫങ്ഷൻ്റെ നെയിം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫങ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നറിയാം. അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനെ ഞാൻ കോൾ ചെയ്യുന്നു, എന്നാൽ ആ പർട്ടിക്കുലർ ഫങ്ഷന് ഒന്നിൽ കൂടുതൽ ഡെഫിനിഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ പർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ അകത്ത് തന്നെ. ഓക്കെ, ദർ ഈസ് എ സിംഗിൾ add call statement, function call statement add, and we give more than one definition inside of that program for the add function. ആ പർട്ടിക്കുലർ ആഡ് ഫംഗ്ഷന് ആ പർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ അകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്കാണ് ഈ കോൾ സ്റ്റേറ്റ്മെൻറ്റിനെ മാപ്പ് ചെയ്യേണ്ടത്, ഏത് ഫംഗ്ഷൻ ഡെഫിനിഷനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കമ്പൈലേഷൻ ടൈമിൽ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് പോളിമോർഫിസം ആണെന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ ഓവർലോഡിംഗ്, മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് കമ്പൈലേഷൻ ടൈമിൽ തന്നെ ഏത് കോൾ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ഫങ്ഷൻ ഡെഫിനിഷനിലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് പോളിമോർഫിസം ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ പോളിമോർഫിസം ദാറ്റ് ക്യാൻ ബി റിസോൾവ്ഡ് അറ്റ് കമ്പൈലേഷൻ ടൈം, such type of polymorphism is known as static polymorphism. Function overloading is an example of static polymorphism. Next.
dynamic polymorphism or a runtime polymorphism. Okay, dynamic polymorphism or runtime polymorphism, or it is also known as dynamic method dispatch. Dynamic polymorphism or runtime polymorphism or dynamic method dispatch is a polymorphism in which the polymorphism is resolved at runtime. Okay, if a polymorphism is only resolved at runtime or execution time, then such type of polymorphism is known as runtime polymorphism. ഒരു പർട്ടിക്കുലർ പോളിമോർഫിസത്തെ നമുക്ക് റൺ ടൈമിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളെ കയ്യിൽ സെയിം നെയിമുള്ള ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്, സെയിം നെയിമിലുള്ള ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ത്, ഒരു രീതിയിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനിലേക്കാണ്, ഏത് ഫംഗ്ഷൻ ഡെഫിനിഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. കമ്പൈലേഷൻ ടൈമിലൊന്നും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ യെസ്, സച്ച് ടൈപ്പ് ഓഫ് പോളിമോർഫിസം ക്യാൻ ബി റിസോൾവ്ഡ് അറ്റ് റൺ ടൈം ഓൺലി. അങ്ങനെയുള്ള പോളിമോർഫിസത്തെ നമുക്ക് റൺ ടൈമിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് റൺ ടൈം പോളിമോർഫിസം ഓർ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത് നമുക്ക് കമ്പൈലേഷൻ ടൈമിൽ തന്നെ റിസോൾവ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഫംഗ്ഷൻ്റെ നെയിമാണ് എന്ത് സെയിം ആയിട്ടുള്ളൂ, സെയിം ഫംഗ്ഷൻ നെയിം ബട്ട് ഡിഫറെൻറ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ്. ഓക്കെ, അവിടെ ഫംഗ്ഷൻ്റെ നെയിം സെയിം ആണ് ബട്ട് വി ഹാവ് ഡിഫറെൻറ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ്. യൂസിങ് ദാറ്റ് ഡിഫറെൻറ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് വി ക്യാൻ എക്സ്പെക്ട് ഓർ വി ക്യാൻ മാപ്പ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ അറ്റ് കമ്പൈൽ ടൈം ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ ഈ ഡിഫറെൻറ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷൻ ഓവർലോഡിങ്ങിനെ കമ്പൈലേഷൻ ടൈമിൽ തന്നെ ഏത് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് മാപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഫംഗ്ഷൻ നെയിമും സെയിം വേ ഫംഗ്ഷൻ നെയിമും ആർഗ്യുമെൻ്റ് ലിസ്റ്റും സെയിം ആയി ഒന്നിരിക്കാം. ഒരു പ്രോഗ്രാമിൽ തന്നെ ആഡ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, രണ്ട് ഫംഗ്ഷനും സെയിം നെയിമാണ്, സെയിം ആർഗ്യുമെൻ്റ് ലിസ്റ്റാണ്, സെയിം റിട്ടേൺ ടൈപ്പാണ്. സോ ഹൗ വി ക്യാൻ ഡിഫറൻഷ്യേറ്റ്? ഓക്കെ, നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ഫംഗ്ഷൻ്റെ അകത്ത് ആ പർട്ടിക്കുലർ ആഡ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, രണ്ടിൻ്റെയും ആർഗ്യുമെൻ്റ് ലിസ്റ്റ് ഒന്നാണ്, അതുപോലെ തന്നെ അതിൻ്റെ പാരാമീറ്റർ ലിസ്റ്റ് ഒന്നാണ്, റിട്ടേൺ ടൈപ്പ് ഒന്നാണ്. പക്ഷേ അതിൻ്റെ അകത്തുള്ള ബോഡീൻ്റെ അകത്ത് എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ബോഡീൻ്റെ അകത്ത് എഴുതിയ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് എഴുതിയ കണ്ടന്റ് ഡിഫറൻസ്. അപ്പോൾ ഏത് ഫംഗ്ഷനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കമ്പൈലേഷൻ ടൈമിൽ ഫിക്സ് ചെയ്യാൻ എന്തില്ല, നമുക്കൊരു മാർഗ്ഗമില്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ടൈമിലാണ് അത് ഫിക്സ് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ഫംഗ്ഷൻ ഓവർ റൈഡിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് റൺ ടൈം പോളിമോർഫിസം. അപ്പോൾ റൺ ടൈം പോളിമോർഫിസത്തിന് എക്സാമ്പിളാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത് സെയിം ഫംഗ്ഷൻ നെയിം, സെയിം ആർഗ്യുമെൻ്റ് ലിസ്റ്റ്, സെയിം റിട്ടേൺ ടൈപ്പ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ അവൈലബിൾ ആണ്, ഓരോ ഫംഗ്ഷനും എന്താണ് സെയിം ഫംഗ്ഷൻ നെയിമാണ്, സെയിം ആർഗ്യുമെൻ്റ് ലിസ്റ്റാണ്, സെയിം റിട്ടേൺ ടൈപ്പാണ്, എല്ലാം സെയിം ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഇറ്റ് കാൺ ബി സോൾവ്ഡ് അറ്റ് കമ്പൈലേഷൻ ടൈം, ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ് ഓൺലി അറ്റ് റൺ ടൈം. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓവർ റൈഡിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് റൺ ടൈം പോളിമോർഫിസം. ഇനി ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് റൺ ടൈം പോളിമോർഫിസത്തെ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് സൈഡല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഞാൻ ഒരു ഫിഗർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് റൺ ടൈം പോളിമോർഫിസം, എങ്ങനെയാണ് ജാവൻ്റെ അകത്ത് ഹൗ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് റൺ ടൈം പോളിമോർഫിസം എന്നുള്ളത് ഞാനൊരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രോഗ്രാമിംഗ് സൈഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ വോയിഡ് മെയിൻ, ഇൻഡ് മെയിൻ എന്നാണ് നമ്മൾ സീൻ്റെ അകത്ത് മെയിൻ ഫംഗ്ഷൻ എഴുതുക അല്ലേ. എന്നാൽ ജാവൻ്റെ അകത്തേക്ക് നമ്മൾ പോകുമ്പോൾ അത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് പാരാന്തസിൻ്റെ അകത്ത് ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് ഉള്ള ഒരു എക്സാമ്പിൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം വെക്കാതിരുന്നത്. എനിവേ ഒരു ഫിഗർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യു ക്യാൻ സീ എ ഫിഗർ ഹിയർ. ഓക്കെ, ദർ ഈസ് എ പാരൻറ്റ് ക്ലാസ് ദാറ്റ് ഇസ് അക്കൗണ്ട്. അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പാരൻറ്റ് ക്ലാസ് ഉണ്ട്. ദർ ആർ ടു ചൈൽഡ് ക്ലാസ്സസ്, ടു ചിൽഡ്രൻസ്, സേവിങ് ആൻഡ് ചെക്കിങ്. സേവിങ് അതുപോലെ ചെക്കിങ് എന്ന് പറയുന്ന രണ്ട് സബ് ക്ലാസ്സുകൾ
അക്കൗണ്ട് എന്ന് പറയുന്ന പാരൻ്റ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റ് സെഷൻ്റെ അകത്ത് ഇൻഹെറിറ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബോക്സിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പാരൻ്റ് ക്ലാസ് ഹാവിങ് സെയിം ഫങ്ഷൻ ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ഫങ്ഷൻ, നോ നീഡ് ഫോർ ചൈൽഡ് ക്ലാസ് ടു ഡിഫൈൻ ദം സെപ്പറേറ്റ്ലി. ഓക്കെ, no need for the child class to define them separately. അക്കൗണ്ട് എന്ന് പറയുന്ന പാരൻ്റ് ക്ലാസ്സിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് സെയിം വേ വിത്ഡ്രോ എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് അതുപോലെ വിത്ഡ്രോ എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻ പാരൻ്റ് ക്ലാസ്സിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ വെൻ വി ആർ ഇൻഹെറിറ്റിംഗ് സേവിങ് ആൻഡ് ചെക്കിംഗ് ക്ലാസ് ഫ്രം ദ പാരൻ്റ് ക്ലാസ് or base class account, a copy of deposit and withdraw function will be automatically derived to each subclass. ഓക്കെ, അപ്പോൾ ഓരോ സബ് ക്ലാസ്സിൻ്റെ അകത്തേക്കും ഡെപ്പോസിറ്റേയും വിഡ്രോ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും ഒരു കോപ്പി എങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സേവിങ്ങിലേക്കും ചെക്കിങ്ങിലേക്കും ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് സെഷൻ്റെ അകത്ത്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റിയാണ്. കോഡ് റീയൂസബിലിറ്റിയാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, വിഡ്രോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നമ്മൾ അക്കൗണ്ടിലാണെങ്കിലും യെസ്, അത് സേവിങ് എന്ന് ചെക്കിംഗ് എന്ന് പറയുന്ന ക്ലാസ് ആ പർട്ടിക്കുലർ ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നതോടുകൂടി ഒരു കോപ്പി ആ പർട്ടിക്കുലർ ഡെപ്പോസിറ്റിൻ്റെയും വിഡ്രോയുടെയും ഫംഗ്ഷൻ്റെയും കോപ്പി അങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്യപ്പെടും, ഡിറൈവ് ചെയ്യപ്പെടും, സേവിങ്ങിലേക്കും ചെക്കിങ്ങിലേക്കും ഇൻഹെറിറ്റ് ചെയ്യപ്പെടും, ഡിറൈവ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഈ ഒരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻ ഓവർ റൈഡിങ് എന്താണെന്നുള്ളതാണ്. ഫങ്ഷൻ ഓവർ റൈഡിങ്, അതിന് പാരൻ്റ് ക്ലാസ്സും ചൈൽഡ് ക്ലാസ്സും അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു ഫിഗർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന് വിഡ്രോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി സേവിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സേവിങ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, മറ്റൊരു ഡെപ്പോസിറ്റ് ഫംഗ്ഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ സേവിങ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് എത്ര ഡെപ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ട്? 2 ഡെപ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? വൺ ഈസ് ഓട്ടോമാറ്റിക്കലി ഡിറൈവ്ഡ് ഫ്രം ദ അക്കൗണ്ട് പാരന്റ് ക്ലാസ് അക്കൗണ്ട് ആൻഡ് അനദർ വൺ ഈസ് എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻഡ് ഇൻസൈഡ് ദ സേവിങ് ക്ലാസ്. അപ്പോൾ സേവിങ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്തേക്ക് ഡെപ്പോസിറ്റിൻ്റെയും വിഡ്രോയുടെയും ഒരു കോപ്പി വന്നിട്ടുണ്ട്, അതുപോലെ ചെക്കിങ്ങിലേക്കും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു കോപ്പി ഓൾറെഡി ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സേവിങ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ സെയിം നെയിമിലുള്ള, ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സെയിം നെയിമിലുള്ള അല്ലെങ്കിൽ വിഡ്രോ എന്ന് പറയുന്ന സെയിം നെയിമിലുള്ള ഒരു ഫംഗ്ഷൻ അവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സേവിങ്ങിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്ത് നിൽക്കാം, ഡിഫൈൻ ചെയ്ത് നിൽക്കാം. അങ്ങനെയാണെങ്കിൽ സേവിങ്ങിൻ്റെ അകത്ത് there are 2 ഡെപ്പോസിറ്റ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അതിൻ്റെ അകത്ത് 2 ഡെപ്പോസിറ്റ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പർട്ടിക്കുലർ ക്ലാസ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് പാരൻ്റ് ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ട ഡെപ്പോസിറ്റ് ഫംഗ്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യപ്പെടുക, അതോ ചൈൽഡ് ക്ലാസ്സിൻ്റെ അകത്ത് സേവിങ്ങിൻ്റെ അകത്ത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത ഡെപ്പോസിറ്റ് ഫംഗ്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യുക? യെസ്, ദിസ് ഈസ് എ കൺഫ്യൂഷൻ, ദിസ് ഈസ് എ പ്രോബ്ലം. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. എവിടെ? കമ്പൈലേഷൻ ടൈമിൽ. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഫങ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുക. പാരൻ്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും എന്തുണ്ട്? സെയിം ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ പാരൻ്റ് ക്ലാസ്സിൽ നിന്ന് ചൈൽഡ് ക്ലാസ്സിലേക്ക് ആ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഫങ്ഷൻ ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ സെയിം ഫങ്ഷൻ നെയിമുള്ള 2 ഫങ്ഷൻ ഉണ്ട്. എല്ലാം സെയിം ആണ്, ആർഗ്യുമെൻ്റ് ലിസ്റ്റും എല്ലാം സെയിം ആണ്. അങ്ങനത്തെ 2 ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഡോട്ട് പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഡെപ്പോസിറ്റ് എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ പാരൻ്റ് ക്ലാസ്സിൻ്റെ ഡെപ്പോസിറ്റ് ഫംഗ്ഷനാണോ വർക്ക് ചെയ്യുക, അതോ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഡെപ്പോസിറ്റ് ഫംഗ്ഷനാണോ വർക്ക് ചെയ്യുക? ദിസ് ക്യാൻ ബി ഡിസൈഡഡ് ഓൺലി അറ്റ് റൺ ടൈം, എക്സിക്യൂഷൻ ടൈം. ഇത് എക്സിക്യൂഷൻ ടൈമിൽ മാത്രമാണ് എന്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് വൈ ഫങ്ഷൻ ഓവർ റൈഡിങ് ഇസ് എ റൺ ടൈം പോളിമോർഫിസം. അതുകൊണ്ടാണ് ഫങ്ഷൻ ഓവർ റൈഡിങ് ഒരു റൺ ടൈം പോളിമോർഫിസം ആയത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുക. കാരണം ഞാൻ അതൊരു പ്രോഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മളത് പ്രോഗ്രാമിംഗ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു എക്സ്പ്ലനേഷൻ പ്രോഗ്രാം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ഞാൻ അതിൻ്റെ അകത്ത് കൂടെ വെക്കാതിരുന്നത്. ഓക്കെ, ഇനി സാധാരണ ചോദിക്കാറുണ്ട് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം.
ഓക്കെ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കമ്പൈൽ ടൈം പോളിമോർഫിസത്തെ കുറിച്ച് നമ്മൾ പറയുന്നു, റൈറ്റ് സൈഡിൽ റൺ ടൈം പോളിമോർഫിസത്തെ കുറിച്ച് പറയും. ഓക്കെ. അതിൽ ഫസ്റ്റ് പോയിന്റ്, ദ ഫംഗ്ഷൻ ടു ബി ഇൻവോക്ഡ് ഈസ് നോൺ അറ്റ് കമ്പൈൽ ടൈം. അതാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം. ഏത് ഫംഗ്ഷനെയാണ് കോൾ ചെയ്യേണ്ടത്? കമ്പൈലേഷൻ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ഡിസൈഡ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് കമ്പൈൽ ടൈം പോളിമോർഫിസം. ഇനി ഏത് ഫംഗ്ഷനാണ് നമുക്ക് ദ ഫംഗ്ഷൻ ടു ബി ഇൻവോക്ഡ് ഈസ് നോൺ അറ്റ് റൺ ടൈം. ഓക്കെ, ഏത് ഫംഗ്ഷനാണ് നമുക്ക് ഇൻവോക്ക് ചെയ്യേണ്ടത്? ഓക്കെ, അത് എപ്പോഴേ അറിയുള്ളൂ? റൺ ടൈമിൽ അറിയുള്ളൂ. ദാറ്റ് ഈസ് റൺ ടൈം പോളിമോർഫിസം. ഓക്കെ. കമ്പൈൽ ടൈം പോളിമോർഫിസത്തെ നമ്മൾ ഓവർലോഡിംഗ് എന്ന് വിളിക്കാറുണ്ട്, ഏർലി ബൈൻഡിങ് എന്ന് വിളിക്കാറുണ്ട്, സ്റ്റാറ്റിക് ബൈൻഡിങ് എന്ന് വിളിക്കാറുണ്ട്. സെയിം വേ റൺ ടൈം പോളിമോർഫിസം ഈസ് ആൾസോ നോൺ ആസ് ഓവർ റൈഡിങ്, ഡൈനാമിക് ബൈൻഡിങ് ആൻഡ് ലൈറ്റ് ബൈൻഡിങ്, ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ. ഇനി ഓവർലോഡിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പൈൽ ടൈം പോളിമോർഫിസം ആണ്. അതിൻ്റെ തേർഡ് പോയിന്റ്, കമ്പൈൽ ടൈം പോളിമോർഫിസം വേർ മോർ ദാൻ വൺ മെത്തേഡ് ഈസ് ഹാവിംഗ് ദ സെയിം നെയിം ബട്ട് വിത്ത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഓർ ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ്. ഇതാണ് ഓവർലോഡിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓവർ റൈഡിങ് എന്ന് പറയുന്നത് റൺ ടൈം പോളിമോർഫിസം വേർ മോർ ദാൻ വൺ മെത്തേഡ് ഈസ് ഹാവിംഗ് ദ സെയിം നെയിം നമ്പർ ഓഫ് പാരാമീറ്റർ ആൻഡ് ദ ടൈപ്പ് ഓഫ് ദ പാരാമീറ്റർ, എല്ലാം സെയിം ആണ്. അതാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ഇനി ഫോർത്ത് പോയിന്റ് പറയുന്നത്, കമ്പൈൽ ടൈം പോളിമോർഫിസം ഈസ് മോർ ഫാസ്റ്റ് ബിക്കോസ് എവറിത്തിങ് ഈസ് ക്ലിയർ അറ്റ് കമ്പൈലേഷൻ ടൈം ഇറ്റ് സെൽഫ്. എവറിത്തിങ്, ലിങ്കിങ്, ബൈൻഡിങ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പൈലേഷൻ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ റൺ ടൈം പോളിമോർഫിസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ എക്സിക്യൂഷൻ ടൈമിലേക്ക് മാറ്റി വെക്കുക ചെയ്യുക. ഒരു ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫംഗ്ഷൻ ഡെഫിനിഷനുമായിട്ടുള്ള ലിങ്കിങ് വരുന്നത് അത് റൺ ടൈമിൽ ഓൺലിയാണ്. ഓക്കെ. അപ്പോൾ അത് എക്സിക്യൂഷനെ സ്ലോ ആക്കുമെന്നാണ് പറയുന്നത്. റൺ ടൈം പോളിമോർഫിസം വിൽ സ്ലോ ഡൗൺ ദ എക്സിക്യൂഷൻ സ്പീഡ്. ഓക്കെ. കമ്പൈൽ ടൈം പോളിമോർഫിസം ഈസ് പ്രൊവൈഡ് ഫാസ്റ്റ് എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ. ഇനി കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത് ഈസ് ലെസ് ഫ്ലെക്സിബിൾ, ഇൻഫ്ലെക്സിബിൾ എന്നൊക്കെ പറയാം. ലെസ് ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം ബിക്കോസ് മെയിൻലി ഓൾ ദ തിങ്സ് എക്സിക്യൂട്ട് അറ്റ് ദ കമ്പൈൽ ടൈം. ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കണക്ടിവിറ്റിയും നമ്മൾ കമ്പൈൽ ടൈമിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നു. അത് ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളതാണ്. ഇനി റൺ ടൈം പോളിമോർഫിസത്തിൽ നമ്മൾ എപ്പോഴാണോ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അപ്പോഴാണ് ആ പർട്ടിക്കുലർ കോൾ സ്റ്റേറ്റ്മെൻറ്റ് ആ ഫംഗ്ഷൻ ഡെഫിനിഷനുമായിട്ടുള്ള ഒരു ലിങ്കിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. റൺ ടൈമിൽ മാത്രമാണ്, എപ്പോഴാണോ ആവശ്യമുള്ള അപ്പോൾ മാത്രം. ഓക്കെ, അതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് എന്ത് പറയുന്നത്. ഓക്കെ. മറ്റത് കമ്പൈലേഷൻ ടൈമിലാണെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് കോൾ എപ്പോഴാണോ പ്രോഗ്രാം ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ റൺ ചെയ്തിട്ട് അപ്പോൾ 5 മിനിറ്റാണ് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. എന്നാൽ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നത് അതിൻ്റെ ലാസ്റ്റ് 4th മിനിറ്റിലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ പർട്ടിക്കുലർ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് ബിഗിൻ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ, കമ്പൈലേഷൻ ടൈമിൽ തന്നെ, റൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പൈലേഷൻ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൾ സ്റ്റേറ്റ്മെൻറ്റും ഫംഗ്ഷൻ ഡെഫിനിഷനുമായിട്ടുള്ള ലിങ്കിങ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ലെസ് ഫ്ലെക്സിബിൾ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ. ഇനി ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൻ്റെ എക്സാമ്പിളാണ്. ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്നുള്ളത് റൺ ടൈം പോളിമോർഫിസത്തിൻ്റെ എക്സാമ്പിളാണ്. ഇത്രയാണ് പോളിമോർഫിസത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ ഫ്രാങ്ക്ലി. നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ എപ്പോൾ വേണേലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നെ അറിയിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കഴിയാവുന്നത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഞാൻ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ അയച്ചു തരുന്ന ഓരോ വീഡിയോസും നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഓർഡറിൽ തന്നെ അത് കാണണം. വളരെ കുറഞ്ഞ വ്യൂസാണ് അതിനൊക്കെ ഉള്ളത്. കാരണം 7 പേര് 10 പേരൊക്കെയാണ് അത് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഓർഡറിൽ ആ ഒരു സീരിയസ് ആയിട്ട് അത് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളതൊരു സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം ജാവ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മളെ സിലബസ് നിങ്ങൾ എടുത്തു നോക്കി നമുക്ക് കാണാൻ പറ്റും. അതിൽ 5th യൂണിറ്റ് കവർ ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കണം. ഓക്കെ. അതിൽ 5th യൂണിറ്റ്, അതായത് 5 യൂണിറ്റും കൂടെ നമ്മൾ കവർ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മാക്സിമം കിട്ടാവുന്ന രൂപത്തിൽ വളരെ സ്ലോ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് സ്പീഡിലെങ്കിലും പോകണം. അല്ലെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് ഓവർ ബേർഡനായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വളരെ ചെറിയ പറ്റാവുന്ന രീതിയിലുള്ള ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ആ വീഡിയോ ചെയ്തിട്ട് അയച്ചു തരുന്നത്. നിങ്ങളത് മാക്സിമം കാണുക. അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഡൗട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുക. ഓക്കെ.
മാക്സിമം ഡൗട്ട്സ് ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ മതി. ആ ഡൗട്ട്സ് തന്നെയായിരിക്കും മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാവുക. ഓക്കെ, അവർക്കൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, താങ്ക്സ്.